Hi all, welcome to my another video of microprocessors and embedded system. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th മൊഡ്യൂളാണ്. അതിനകത്ത് തന്നെ ടൈമേഴ്സ് ആൻഡ് കൗണ്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. So എന്താണ് പ്രോഗ്രാം ടൈമേഴ്സ്? 8051 has two timers or counters. They can be used either as timers to generate time delay. അപ്പോൾ 8051 രണ്ട് ടൈമേഴ്സ് അല്ലെങ്കിൽ രണ്ട് കൗണ്ടേഴ്സാണ് ഉള്ളത് മെയിൻലി. അപ്പോൾ ടൈമേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം ഡിലേ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. അതും രണ്ട് കൗണ്ടേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവൻറ്റ് കൗണ്ടേഴ്സ് ആർ ടു യൂസ്ഡ് ഫോർ കൗണ്ടിങ് ഇവൻറ്റ്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ മൈക്രോ കൺട്രോളർ. അപ്പോൾ മൈക്രോ കൺട്രോളറിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സ് മെയിൻലി ഉപയോഗിക്കുന്നത്. ബോത്ത് ടൈമർ 0 ആൻഡ് ടൈമർ 1 ആർ 16 ബിറ്റ് വൈഡ്. അതായത് 16 ബിറ്റ്സ് ആണ് ലെങ്ത്ത് വരുന്നത്. രണ്ട് ടൈമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടൈമർ 0യും ടൈമർ 1ഉം. സിൻസ് 8051 ഹാസ് ആൻ 8-bit ആർക്കിടെക്ചർ, each 16-bit timers is assessed as a separate 2 registers. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് രണ്ടും വർക്ക് ചെയ്യേണ്ടത്. അതായത് ഒന്ന് ലോവർ ബൈറ്റും ഒന്ന് ഹയർ ബൈറ്റായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 8051 ആകെ കൂടി 8 ബിറ്റ് ആർക്കിടെക്ചറാണ്. അപ്പോൾ 16 ബൈറ്റ് അതിനൊരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. സോ 8 ബിറ്റാക്കി ഡിവൈഡ് ആയിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. അസസ്ഡ് ആസ് ലോ ബൈറ്റ് ആൻഡ് ഹൈ ബൈറ്റ്. അപ്പോൾ ലോ ബൈറ്റായിട്ടും ഹൈ ബൈറ്റായിട്ടും നമുക്ക് അസസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ലോവർ ബൈറ്റ് രജിസ്റ്റർ ഈസ് കോൾഡ് TL0 TL1. ഈ 0 എന്ന് ഉദ്ദേശിക്കുന്ന ടൈമർ 0ൻ്റെയും അതേപോലെ T1 എന്ന് ഉദ്ദേശിക്കുന്ന ടൈമർ 1ൻ്റെയാണ്. ഈ L4 ആണ് ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹയർ ആണെങ്കിൽ അവിടെ H ആയിരിക്കും വരിക. അത് നെക്സ്റ്റ് കൊടുത്തേക്കണം. ദ ഹയർ ബൈ രജിസ്റ്റർ ഈസ് കോൾഡ് TH0 ഓർ TH1. And it is assessed like any other registers like MOV TL0 #4FH അല്ലെങ്കിൽ MOV R5, TH0. അപ്പോൾ ഇങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് TH0 ആണ് നമ്മളോട് പറഞ്ഞേക്കണം ഈ ഒരു ഹയർ സൈഡ് ഓഫ് ദ ടൈമർ 0ൻ്റെ. അതേപോലെ ഈ TL0 എന്ന് പറയുന്നത് ലോവർ സൈഡാണ് ടൈമർ 0ൻ്റെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം ഇങ്ങനെയാണ് വരുന്നുണ്ടാവും. അതായത് 16 ബിറ്റ്സ് ഉണ്ട്, D0 to D15 വരെ വരും. ഇത് ടൈമർ 0ൻ്റെ സെക്ഷനാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് T0. പിന്നെ ഇത് ലോവർ സൈഡ് ആയതുകൊണ്ട് വി ആർ യൂസിങ് TL0. ഹയർ സൈഡ് ഇതായതുകൊണ്ട് TH0. അതേപോലെ ഇത് ടൈമർ 1 ആണ് ഈ ഒരു ബാർ വന്നേക്കണേ. സോ L1 മീൻസ് ലോവർ സൈഡാണ് ടൈമർ 1ൻ്റെ. ഇത് ടൈമർ 1ൻ്റെ ഹയർ സൈഡാണ്. അതായത് D8 മുതൽ D15 വരെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തൊരു രജിസ്റ്ററിനെ കുറിച്ചാണ് വേണ്ടി പറയാൻ പോകുന്നത്. അതായത് T-മോഡ് രജിസ്റ്റർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇത് എക്സാമിനിടയ്ക്ക് ചോദിക്കാറുണ്ട്, അതായത് എന്താണ് T-മോഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ടൈമർ മോഡ് സെലക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് T-മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ബോത്ത് ടൈമേഴ്സ് T0 ആൻഡ് T1 uses the same register called T-mode or timer mode register to set the various timer operation modes. അപ്പോൾ പലതരം മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ മോഡുകളിൽ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ T-മോഡ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ലോവർ 4 ബിറ്റ് ആർ യൂസ്ഡ് ഫോർ ടൈമർ 0 ആൻഡ് അപ്പർ 4 ബിറ്റ് ആർ യൂസ്ഡ് ഫോർ ടൈമർ 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. ഇതിനകത്ത് ആദ്യത്തെ 4 ബിറ്റ് 1 2 3 4 ഇത് എന്ന് പറയുന്ന ടൈമർ 0ൻ്റെയും പിന്നത്തെ 4 ബിറ്റ് 1 2 3 4 ഇത് എന്ന് പറയുന്നത് ടൈമർ 1ൻ്റെയാണ്. അതാണ് സ്പ്ലിറ്റപ്പിലൂടെ കൊടുത്തത് ടൈമർ 0 ടൈമർ 1. പിന്നെ രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതായത് M0 M1 C⁻T ഗേറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് രണ്ടിലും ഉള്ളത്. ഓക്കെ, ഇൻ ഈച്ച് കേസ് ദ ലോവർ 2 ബൈറ്റ് ആർ യൂസ് ടു സെറ്റ് ടൈമർ മോഡ് ആൻഡ് അപ്പർ 2 ബൈറ്റ്സ് ആർ സ്പെസിഫൈ ഫോർ ദ ഓപ്പറേഷൻ. അപ്പോൾ രണ്ട് കേസ് എടുക്കുകയാണെങ്കിലും, അതായത് ടൈമർ 0 ആയാലും ടൈമർ 1 ആയാലും ലോവർ 2 ബൈറ്റ്സ് ഇത് ഈ രണ്ട് ബിറ്റുകൾ ലോവർ 2 ബിറ്റ്സ് ആണ്. ലോവർ 2 ബിറ്റ്സിൽ ഈ രണ്ട് ബിറ്റ് നമ്മൾ എടുക്കുന്നത് ടൈമറിൻ്റെ മോഡ് സെലക്ട് ചെയ്യണം. അതായത് 8 ബിറ്റ് ആണോ 16 ബിറ്റ് ആണോ എന്നൊക്കെ, ഓട്ടോ റീലോഡ് മോഡാണോ, ഏത് മോഡാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ അപ്പർ 2 ബിറ്റ് ഈസ് ടു സ്പെസിഫൈ ദ ഓപ്പറേഷൻ. അപ്പോൾ ഈ അപ്പർ 2 ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഓപ്പറേഷനിലാണ് നമ്മുടെ ടൈമേഴ്സ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാനാണ്. അതായത് കൗണ്ടർ ആയിട്ടാണോ ടൈമർ ആയിട്ടാണോ അത് ഗേറ്റിൽ വരുന്ന സെക്ഷനായിട്ടാണോ. അപ്പോൾ ഇത് രണ്ടിലും സെയിം തന്നെയാണ്. അത് ടൈമർ 0 ആയാലും ടൈമർ 1 ആയാലും രണ്ടിൻ്റെയും അപ്പർ 2 ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്യാനാണ്. ഓക്കെ, മെയിൻലി ഇതിനെ നമ്മൾ T-മോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് സെറ്റിംഗ് പറയുന്നത് കൊണ്ടാണ്. അതായത് ടൈമർ ഏത് മോഡിലാണ് റൺ ചെയ്യേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ ഒരു രജിസ്റ്ററാണ്. അതുകൊണ്ടാണ് വി ആർ കോളിംഗ് ഇറ്റ് എസ് T-മോഡ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ആ മോഡ്സിനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ പറയാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ M0 M1 00 കൊടുക്കുകയാണെങ്കിൽ മോഡ് 0 എന്ന് പറയും. അതുപോലെ M1ൻ്റെ വാല്യൂ 0യും
M0ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വി ആർ കോളിങ് ഇറ്റ് ആസ് മോഡ് 1. ദെൻ 0 1 M0ൻ്റെ വാല്യൂ 0യും M1ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മോഡ് 2 എന്നാണ് നമ്മൾ പറയേണ്ടത്. ദെൻ M0 M1 1 ആണെങ്കിൽ വി ആർ കോളിങ് ഇറ്റ് ആസ് മോഡ് 3. അപ്പോൾ ഇതിൻ്റെ ഓരോ പേരുകൾ നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ മോഡ് 0 എന്ന് പറഞ്ഞാൽ 13 ബിറ്റ് ടൈമർ മോഡ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് 16 ബിറ്റ് ടൈമർ മോഡിനെയാണ് മോഡ് 1 എന്ന് പറയേണ്ടത്. അതേപോലെ മോഡ് 2 എന്ന് പറയുന്നത് 8 ബിറ്റ് ഓട്ടോ റീലോഡ് എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് തരുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ചിലപ്പോൾ ടൈമർ 0 16 ബിറ്റ് ടൈമർ മോഡ് റൺ ചെയ്യാനൊക്കെയായിരിക്കും പറയേണ്ടാവാൻ വേണ്ടി. അപ്പോൾ ടൈമർ 0 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ഇതിൻ്റെ വാല്യൂ 16 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറഞ്ഞാൽ മോഡ് 1 ആണ്. അതായത് 0 1 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കണം. അതായത് M1ൻ്റെ വാല്യൂ 0യും ഇത് 1ഉം ആണ്. പിന്നെ നമുക്കറിയാം സിയും ടിയും എന്താണെന്ന് നോക്കാം. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് ടേംസ് M0യും അതുപോലെ M1ഉം ഈ ഭാഗത്ത് വരുന്ന M0യും M1 എന്താണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് മോഡുകൾ. അതായത് 13 ബിറ്റ് ടൈമർ മോഡുണ്ട്, 16 ബിറ്റ് മോഡുണ്ട്, 8 ബിറ്റ് മോഡുണ്ട്, സ്പ്ലിറ്റ് ടൈമർ മോഡുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഏത് മോഡിലാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ മോഡ് അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ചെയ്യേണ്ടത് മെയിൻലി. നെക്സ്റ്റ് C പാർട്ടി. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം C ഫോർ കൗണ്ടറാണ് ആൻഡ് T ഫോർ ടൈമർ. അതായത് ടൈമറാണോ കൗണ്ടറാണോ എന്ന് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ്. ക്ലിയർ ഫോർ ടൈമർ ഓപ്പറേഷൻ. അതായത് 0 കൊടുത്താൽ മാത്രമാണ് അവിടെ ടൈമറായിട്ട് റൺ ചെയ്യുള്ളൂ. സെറ്റ് ഫോർ കൗണ്ടർ ഓപ്പറേഷൻ. സെറ്റ് മീൻസ് 1 വന്നു കഴിഞ്ഞാൽ ഇത് കൗണ്ടറായിട്ട് റൺ ചെയ്യും. ഓക്കെ. സോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് മൂന്നാമത്തെ ഈ പൊസിഷനിൽ അതായത് ടൈമർ 0ത്തെ ഈ ഒരു പൊസിഷനിൽ 0 വരികയാണെങ്കിൽ അത് ടൈമറായിട്ട് റൺ ചെയ്യും. 1 വരികയാണെങ്കിൽ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഉണ്ടാവുക. രണ്ടിലും C പാർട്ടി ഉള്ളത് കൊണ്ട് രണ്ടും ഫങ്ഷൻസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ C ആണോ T ആണോ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാം. കൗണ്ടറാണോ ടൈമറാണോ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഗേറ്റ്. ഗേറ്റും ഇതേപോലെ രണ്ടിലുണ്ട്. അപ്പോൾ ഗേറ്റ് എന്തിനാണെന്നുള്ളത് നോക്കി വയ്ക്കാം. അപ്പോൾ വെൻ ദ കൺട്രോൾ ഈസ് സെറ്റ്, അതായത് ഇവിടെ 1 വരണമെങ്കിൽ എന്താണ് മീനിങ്, 0 വരണമെങ്കിൽ എന്താണ് മീനിങ് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ 1 വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇഫ് ദ ഗേറ്റ് വാല്യൂ ഈസ് സെറ്റ് എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് പറഞ്ഞത്. ടൈമർ ഓർ കൗണ്ടർ ഈസ് എനേബിൾഡ് ഓൺലി വെൻ ദ INTX പിൻ ഈസ് ഹൈ ആൻഡ് TRX കൺട്രോൾ പിൻ ഈസ് ഹൈ. അതായത് ഈ രണ്ട് പിന്നും ഹൈ ആണെങ്കിൽ മാത്രമേ ഈ കൗണ്ടർ അല്ലെങ്കിൽ ടൈമർ എനേബിൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൗണ്ടർ ടൈമർ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഇത് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തന്നെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് നോക്കും, ഈ ഗേറ്റിലത്തെ വാല്യൂ അത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ INTX പിന്നും അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് TR എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ്റെ കൺട്രോൾ എടുക്കുന്ന പിന്നും അതും ഹൈ ആയിരിക്കണം. ഇനി സപ്പോസ് ഗേറ്റിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഉള്ള ഗേറ്റിൻ്റെ വാല്യൂ 0, ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ഓർ ക്ലിയർ ആണെങ്കിൽ അതാണ് നെക്സ്റ്റ് പറഞ്ഞേക്കണേ. വെൻ ഇറ്റ് ഈസ് ക്ലിയർ ദ ടൈമർ ഈസ് എനേബിൾ വെൻ ദ TR കൺട്രോൾ ബിറ്റ് ഈസ് സെറ്റ്. അതായത് TR ബിറ്റ് മാത്രം ഹൈ ആയി കഴിഞ്ഞാൽ അത് എനേബിൾ ആവും ടൈമർ. ഓക്കെ. നേരത്തെ കേസിൽ INTX പിന്നും കൂടി കൺസിഡറേഷൻ നോക്കുമായിരുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. അപ്പോൾ ഗേറ്റ് സെറ്റ് ആണെങ്കിൽ INTXും TRും എനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ടൈമർ പിന്നെ TR മാത്രം ഹൈ ആയി കഴിഞ്ഞാൽ ഇത് ടൈമർ സെറ്റ് ആവുന്നതാണ്, ടൈമർ എനേബിൾ ആവുന്നതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ടൈമർ ഈസ് എനേബിൾഡ് വെൻ എവർ TRX കൺട്രോൾ ബിറ്റ് ഈസ് സെറ്റ്. അപ്പോൾ ഇതാണ് T മോഡ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ, അല്ലെങ്കിൽ ടൈമർ മോഡ് രജിസ്റ്റർ എന്നാണ് എൻ്റെ പേര്. സോ മെയിൻലി ഇത് ഉപയോഗിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് മോഡ് അവർ ടൈമർ ഈസ് വർക്കിംഗ്. ടൈമർ 0 ചെയ്യുന്നതാണ്, ടൈമർ 1 ചെയ്യുന്നതാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാനാണ് നമ്മളിത് മെയിൻലി ഉപയോഗിക്കുന്നത്. കൗണ്ടർ പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കൗണ്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടാണ് മെയിൻലി. അപ്പോൾ ടൈമേഴ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് കൗണ്ടേഴ്സ് ഫോർ കൗണ്ടിങ് ദ ഇവൻറ്റ്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ 8051. അപ്പോൾ 8051 പുറത്തിറക്കുന്ന അതായത് റിപ്പീറ്റേഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എത്ര പ്രാവശ്യം വന്നു നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു, ഇതിനൊക്കെയാണ് നമ്മൾ കൗണ്ടേഴ്സ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. When it is used as counter, a pulse outside of the 8051 that increments the TH and TL registers. അപ്പോൾ നമ്മളിത് കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് ഓഫ് മൈക്രോ പ്രോസസ്സർ, അതായത് നമ്മുടെ 8051 പുറത്തുനിന്ന് വരുന്ന സിഗ്നൽസ് അനുസരിച്ചിട്ടാണ് THും TLൻ്റെ വാല്യൂസ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. T mode and THT registers are the same as for the timer discussed previously. അപ്പോൾ നമ്മൾ ടൈമേഴ്സിൽ യൂസ് ചെയ്ത സെയിം ആ സെക്ഷൻ തന്നെയാണ്, അതായത് T മോഡിൽ ഉപയോഗിച്ച സെയിം സെക്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കൗണ്ടർ ആയാലും. അതേപോലെ TH നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ടൈമറിൻ്റെ ഹൈ സൈഡ് ടൈമറിൻ്റെ ലോ സൈഡ് ഈ രണ്ട് സെയിം സാധനങ്ങൾ തന്നെയായിരിക്കും
നമ്മുടെ കൗണ്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടാവുക. ഓക്കെ, വേറെ കൗണ്ടറോ കാര്യങ്ങളൊന്നുമില്ല. ടൈമർ 0 ടൈമർ 1 തന്നെയാണ് നമ്മൾ കൗണ്ടേഴ്സായിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രോഗ്രാമിംഗ് ദ ടൈമർ ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ഓൾസോ അപ്ലൈസ് ടു പ്രോഗ്രാമിംഗ് ഇൻ എ കൗണ്ടർ. അപ്പോൾ നമ്മൾ ടൈമറിൽ പ്രോഗ്രാം ചെയ്യണ പോലെ തന്നെയാണ് കൗണ്ടേഴ്സിലും പ്രോഗ്രാം ചെയ്യേണ്ടാവുക. എക്സെപ്റ്റ് ദ സോഴ്സ് ഓഫ് ഫ്രീക്വൻസി, അതായത് സോഴ്സ് ഓഫ് ഫ്രീക്വൻസി ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. സോഴ്സ് ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും വേണ്ടണ്ടാവുക. ഈ ഒരു ഒക്കറൻസ് എത്ര പ്രാവശ്യം ആപ്പൻ ചെയ്തെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സിഗ്നൽസ് അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ എടുക്കണ്ടാവും ഈ കൗണ്ടേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത്. അത് മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. നെക്സ്റ്റ് പറയാൻ പോണത് CBARTനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീം മോഡിലൊക്കെ പറഞ്ഞപ്പോൾ. അതായത് CBARTയിൽ 1 വന്നാൽ മാത്രമാണ് എന്താവുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ CBARTയുടെ വാല്യൂ സെറ്റ് ഫോർ കൗണ്ടർ ഓപ്പറേഷൻ എന്നാണ്. അതായത് CBARTയിൽ ഇവിടെയും ഈ ഭാഗത്തും 1 വന്നാൽ മാത്രമാണ് കൗണ്ടറായിട്ട് റൺ ചെയ്യുള്ളൂ. അതാണ് പറഞ്ഞേക്കണേ. ദ CBART ബിറ്റ് ഇൻ ദ ടൈം മോഡ് രജിസ്റ്റർ ഡിസൈഡ് ദ സോഴ്സസ് ഓഫ് ദ ക്ലോക്ക് ഓഫ് ദ ടൈമർ. അപ്പോൾ ഈ ക്ലോക്ക് തീരുമാനിക്കുന്ന CBARTയുടെ ടൈമർ, അതായത് ടൈം മോഡ് രജിസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വെൻ CBART ഈസ് 1, CBART 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്, അത് ഒരു കൗണ്ടറായിട്ടാണ് റൺ ചെയ്യേണ്ടത്. The timer is used as counter. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ടു ഗെറ്റ് ദ ഇൻപുട്ട് പൾസ് ഫ്രം ദ ഔട്ട്സൈഡ് ഓഫ് ദ 8051. അപ്പോൾ ഇങ്ങനെ CBARTയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ദ സിഗ്നൽസ് ഔട്ട്സൈഡ് ഓഫ് ദ 8051 പുറത്തുനിന്നാണ് സിഗ്നൽസ് എടുക്കേണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ 14ാമത്തെ 15ാമത്തെ പിന്നെ യൂസ് ചെയ്യും. പോർട്ട് 3യിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ പോർട്ട് 3യുടെ സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദർ ആർ സം സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഫോർ പോർട്ട് 3. അത് ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പോർട്ട് 3 ഉപയോഗിക്കാറുണ്ട്. ടൈമേഴ്സിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ടൈമറിൻ്റെ സെക്ഷനാണ് നമ്മളിവിടെ മെയിൻലി ഉപയോഗിക്കേണ്ടത്. The counter counts up as the pulses are fed from pins 14 and 15. These pins are also called T0 and T1. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർട്ട് 3യുടെ സം സ്പെഷ്യൽ ഫംഗ്ഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു T0 T1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ T0 T1s ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ കൗണ്ടറായിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ. അതാണ് നമ്മൾ പിൻ നമ്പർ 14ൽ പോർട്ട് 3.4 അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ T0 ആണ് വേണ്ടിണ്ടാവുക. അതായത് എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മുടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ, കൗണ്ടർ 0 എക്സ്റ്റേണൽ ഇൻപുട്ട്. അതേപോലെ തന്നെ പിൻ 15ൻ്റെ പോർട്ട് 3ൽ 5ാമത്തെ പിന്നെ T1ൻ്റെ, അതായത് ടൈമർ ഓർ കൗണ്ടറിൻ്റെ 1ൻ്റെ എക്സ്റ്റേണൽ ഇൻപുട്ട്. അപ്പോൾ 0ൻ്റെ എക്സ്റ്റേണൽ ഇൻപുട്ടാണ് P3.4, അതായത് 14ാമത്തെ പിന്നെ. അതേപോലെ കൗണ്ടർ ഓർ ടൈമർ 1ൻ്റെ എക്സ്റ്റേണൽ ഇൻപുട്ടാണ് P3.5, 15ാമത്തെ പിന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പിന്നെന്ന് പറയുന്ന സിഗ്നൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് മെയിൻലി നമ്മൾ കൗണ്ടേഴ്സായിട്ട് റൺ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടീകോൺ എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് ടൈമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ടീകോൺ എന്ന് പറഞ്ഞ വേറെ രജിസ്റ്ററും കൂടി ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈമേഴ്സ് ആർ സ്റ്റാർട്ട് ബൈ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ ടു സെറ്റ് ടൈമർ സ്റ്റാർട്ട് ബിറ്റ് TR0 ആൻഡ് TR1. അപ്പോൾ സെറ്റ് ടൈം സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണ് TR0യും TR1ഉം സ്റ്റാർട്ടും സ്റ്റോപ്പൊക്കെ ചെയ്യുന്നത്. ആൻഡ് വിച്ച് ആർ കോൾഡ് ആസ് ദ ടൈമർ റൺ കൺട്രോൾ ബിറ്റ്. അപ്പോൾ ടൈമർ റൺ കൺട്രോൾ ബിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ റൺ എന്ന് വരുന്ന വാക്ക് ആയതുകൊണ്ടാണ് നമ്മളുടെ 6 എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം. ടൈമർ റൺ 0, അതായത് 0th ടൈമർ കൺട്രോൾ ചെയ്യാനാണ് TR0 ഉപയോഗിക്കുന്നത്. TR1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമർ റൺ ആയി സ്റ്റോപ്പ് ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വെൻ ദേ ആർ ക്ലിയർഡ് ബൈ ക്ലിയറിങ് ദീസ് ബിറ്റ്സ്, അത് നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. അതായത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബിറ്റ്സ് ക്ലിയർ ആയി പോകും. ഓക്കെ, വെൻ എ ടൈമർ കൗണ്ടർ to its maximum value it is set as a flag TF0 or TF1. അപ്പോൾ ഒരു കൗണ്ട് ചെയ്തിട്ട് ആ വാല്യൂ, ആ ടൈമർ കൗണ്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് നമുക്ക് അറിയണം. അപ്പോൾ ഒരു ഫ്ലാഗ് സെറ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് TF0യും TF1ഉം ഉള്ളത് നമുക്ക്. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് നെസസറി ടു നോ ദാറ്റ് മോർ അബൌട്ട് ബിറ്റ്സ് ഓഫ് TF ആൻഡ് TR ഫോർ ദ T0 ആൻഡ് T1. അപ്പോൾ എന്താണ് TF, എന്താണ് TR, അതിനെക്കുറിച്ചൊക്കെ നമ്മളിനി പറയാൻ പോകണം. ഓക്കെ, അപ്പോൾ TF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലാഗ് സെറ്റിംഗ് ആണ്. അതായത് നമ്മൾ വിചാരിച്ച വാല്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ വൈൽ T mode controls the timer modes, another register which is called TCON that control the timer or counter operations. അപ്പോൾ T mode മെയിൻലി ചെയ്യുന്നത് ഏത് മോഡിലാണ് റൺ ചെയ്യുന്ന ടൈമർ എന്നുള്ള കാര്യങ്ങളാണ് മെയിൻലി തീരുമാനിക്കുന്നത്. പക്ഷേ TCON ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി കൺട്രോൾ ചെയ്യാണ് ചെയ്യുക. അതായത് ടൈമറാണ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, അത് ഫ്ലാഗ് സെറ്റായി നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് TCON എന്ന് പറയുന്ന രജിസ്റ്റർ. ടൈമർ കൺട്രോൾ എന്നാണ് TCONൻ്റെ ഫുള്ളായിട്ടുള്ള നെയിം വരുന്നത്. ഓക്കെ, the lower 4 bit of the TCON can be used to control the interrupt functions. അപ്പോൾ interrupt ഫംഗ്ഷനുകൾക്കാണ്
ഈ പറയുന്ന ടി കോണിൻ്റെ ആദ്യത്തെ ലോവർ 4 ബിറ്റ് ഉപയോഗിക്കേണ്ടത്. ബട്ട് ദ അപ്പർ 4 ബിറ്റ്സ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ ടൈമർ ഓപ്പറേഷൻസ്. അപ്പർ 4 ബിറ്റ് ടൈമർ ഓപ്പറേഷൻസിനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ടി കോൺ രജിസ്റ്റർ. നമുക്കിവിടെ കാണാം IT0, IE0, IT1, IE1. ഇപ്പോൾ ഈ IE എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രപ്റ്റ് കൺട്രോളിങ് പർപ്പസുകൾക്ക് വേണ്ടിയാണ് ലോവർ 4 ബിറ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻട്രപ്റ്റ് എനേബിൾ ടൈമർ 1ൻ്റെ ടൈമർ 0ൻ്റെ ഇൻട്രപ്റ്റ് എനേബിൾ ആ പർപ്പസിനൊക്കെയാണ് IE0യും IE1 ഉപയോഗിക്കുന്നത്. ടൈമർ 0ൻ്റെ ഇൻട്രപ്റ്റ് ബിറ്റ്സ് കൺട്രോൾ ചെയ്യാനാണ് TI0 ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ടൈമർ 1ൻ്റെ ആണെങ്കിൽ IT1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അപ്പർ 4 ബിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും TF ഉണ്ട്, TR ഉണ്ട്, 2 ടൈമേഴ്സിന് അതുണ്ട്. അതായത് 0 ടൈമറുണ്ട്, 1 ടൈമറിനുണ്ട്. അപ്പോൾ TF ഉം TR നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജസ്റ്റ് TR എന്ന് പറയുന്നത് ടൈമർ റൺ കൺട്രോൾ ബിറ്റാണ്. ടൈമർ എപ്പോൾ റൺ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TR0 ഉപയോഗിക്കുന്നത്. ഈ TR0 എന്ന് പറയുന്നതിൽ ആ 0 എന്ന് പറയുന്നത് ഏത് ടൈമറിനെയാണ് സൂചിപ്പിക്കുന്നത്, 0 ടൈമറാണോ 1 ടൈമറിനാണോ എന്ന് അറിയാനാണ് 0 എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ TR ഉപയോഗിക്കുന്നത് ടൈമർ റൺ കൺട്രോൾ ബിറ്റ് എന്നാണ്. അതായത് ഇത് ടൈമർ 0ൻ്റെ റൺ കൺട്രോൾ ബിറ്റും ഇതാണെങ്കിൽ ടൈമർ 1ൻ്റെ റൺ കൺട്രോൾ ബിറ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കൗണ്ടറിൻ്റെ കേസൊക്കെ വന്നപ്പോൾ ഓവർഫ്ലോ ആയി വന്നത് നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതിനാണ് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് 0ൻ്റെ അത് ടൈമർ 0ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗാണത്. ടൈമർ 1ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗാണ് ഇത്, അതായത് TF1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ടൈമർ 0നും ടൈമർ 1നും ഉണ്ട്. 2 ടൈപ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ടൈമർ റൺ കൺട്രോൾ ബിറ്റും ഒന്ന് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ TCON എന്ന് പറയുന്ന രജിസ്റ്റർ. അതായത് ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫുൾ ഫോം ഉണ്ടാവുക. ദിസ് ഈസ് ആൻഡ് ഓൾസോ 8 ബിറ്റ് രജിസ്റ്റർ. ഇതും ഒരു 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ലോവർ ഹാഫ് ഉപയോഗിക്കുന്നത് കൺട്രോളിങ് ദ ഇൻട്രപ്റ്റ് ബിറ്റ്സിനും, അതേപോലെ അപ്പർ 4 ബിറ്റ്സ് ഉപയോഗിക്കുന്നത് ഫോർ ദ TF ആൻഡ് TR ബിറ്റാണ് ഓഫ് ബോത്ത് ദ ടൈമർ 0 ആൻഡ് ടൈമർ 1ൻ്റെ. അപ്പോൾ ടൈമർ 0ൻ്റെയും ടൈമർ 1ൻ്റെയും TF ഉം TR ബിറ്റ്സാണ് നമ്മളിവിടെ മെയിൻലി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത് TCON രജിസ്റ്റർ ഈസ് എ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഓരോ ബിറ്റ് എടുത്ത് വിളിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് സെറ്റ് ബിറ്റ് കമാൻഡ് ഉപയോഗിക്കാം, CLR കമാൻഡ് ഉപയോഗിക്കാം ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ സെറ്റ് ബിറ്റ് TR0 ആ കമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈസ് ഈക്വൽ ടു സെറ്റ് ബിറ്റ് TCON.4 അങ്ങനെ വിളിച്ചാലും മതി. അതിന് അതായത് TR0 എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെ വരുന്നത്, ഈ ഒരു പോയിൻ്റാണ് TR0 ഉണ്ടാവുക. സോ 0, 1, 2, 3, 4 ഇത് 4th സെക്ഷനാണ് വരിക, ഇത് 5th വരും, ഇത് 6th വരും. നമുക്കപ്പോൾ നോക്കി നോക്കാം. കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് TCON.4 എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൾ ചെയ്യണത്. ഇനിയിപ്പോൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ CLR കമാൻഡ് ഉപയോഗിച്ചാൽ മതി. CLR TCON.4 ഉപയോഗിക്കണമെങ്കിൽ അത് ക്ലിയർ ആയിപ്പോൾ. ഇനി ഓവർഫ്ലോ ഫ്ലാഗിനെ കുറിച്ച് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് വിത്ത് TCON = .5 എന്ന് വയ്ക്കാം. ക്ലിയർ ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ CLR TCON.5 വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടൈമർ 0ൻ്റെ കേസാണ്. ടൈമർ 1ൻ്റെ കേസാകുമ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 6 വരും, ഇവിടെ 7 വരും. അതേപോലെ കറസ്പോണ്ടിംഗ്ലി സെറ്റ് ബിറ്റ് TR1 = സെറ്റ് ബിറ്റ് TCON.6 അതേപോലെ തന്നെ സെറ്റ് ബിറ്റ് TCON.7 നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതെല്ലാം ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സാണ്. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച്. ഓക്കെ, to speed up the 8051, many recent variations of 8051 has reduced the number of clocks per mission cycle from 12 to 4 or even to 1. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം 8051 നമുക്ക് 12 ക്ലോക്കിൽ കൊടുത്താൽ മാത്രമേ ഒരു മിഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ചില പുതിയ IC-കളൊക്കെ നോക്കുകയാണെങ്കിൽ 4 ക്ലോക്ക് കൊടുത്താൽ തന്നെ അവർക്കൊരു മിഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവും. ഏറ്റവും പുതിയ മെത്തേഡൊക്കെ പറഞ്ഞാൽ ഒറ്റൊരു ക്ലോക്ക് കൊടുത്താൽ തന്നെ ഒരു മിഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത്രയും സ്പീഡിൽ നമുക്ക് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിലേ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ ഒരു പുതിയ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ. The frequency of the timer is always 1/12 the frequency of the crystal attached to the 8051 regardless of the 8051 version. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 1/12 ഫ്രീക്വൻസി എടുത്തിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ആണ് ചെയ്യേണ്ടാവുക റിഗാർഡ്ലെസ് ഓഫ് ദ 8051 വെർഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ TMOD രജിസ്റ്ററിനെ കുറിച്ച്, അതായത് ടൈമർ മോഡ് രജിസ്റ്ററിനെ കുറിച്ചും അതേപോലെ തന്നെ ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ ആയിട്ടുള്ള TCON എന്ന് പറയുന്ന രജിസ്റ്ററിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. See you all in my next video. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ.
താങ്ക് യു.